നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഹാരിസൺ കമ്പനിയുടെ കൈവശമുള്ള ഭൂമി സർക്കാർ പിടിച്ചെടുത്താൽ കിഴക്കൻ മേഖലയിൽ വൻ വികസനമെത്തുമെന്ന് കെ രാജു എം.എൽ.എ. കിഴക്കൻ മേഖലയിൽ വികസനത്തിന് വിലങ്ങുതടി സ്ഥലപരിമിതിയെന്നും എം.എൽ.എ. AVT കൈവശപ്പെടുത്തിയ KIP വക ഭൂമി പിടിച്ചെടുത്ത് സമരക്കാർക്ക് വീതിച്ചു നൽകണമെന്ന് ചാലിയേക്കര ഭൂരഹിത സമരസമിതി. 36 ഏക്കറിൽ നിന്നും ഓരോ ഭൂരഹിത കുടുംബത്തിനും 10 സെന്റ് വീതം നൽകണമെന്നും സമരസമിതി നേതാവ് കെ സുരേന്ദ്രൻ. റെയിൽവേ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട് പുതുതായി നോട്ടീസ് ലഭിച്ചവർ ഒഴിയേണ്ടതില്ലെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. റെയിൽവേ അധികൃതർ നോട്ടീസ് നൽകിയത് നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം. വാർത്തകൾ വിശദമായി. ഹാരിസൺ കമ്പനിയുടെ കൈവശത്തിലുള്ള വസ്തു സർക്കാർ പിടിച്ചെടുത്താൽ കിഴക്കൻ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വൻ കുതിച്ചുചാട്ടത്തിന് സാധ്യതയെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു. സ്ഥലപരിമിതിയാണ് ഇവിടുത്തെ വികസനത്തിന് വിലങ്ങുതടിയായിരിക്കുന്നതെന്ന് പുനലൂർ MLA അഭിപ്രായപ്പെട്ടു. ആര്യങ്കാവ് ഗവൺമെന്റ് LPSന്റെ 64ാമത് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മലയാളം പ്ലാന്റേഷൻസ് ലിമിറ്റഡിന്റെ തന്നെ കൈവശമുള്ള അനധികൃതമായിട്ടുള്ള കൈവശ വസ്തുക്കൾ അത് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയേൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് അടക്കം കൊടുത്തുകൊണ്ട് അത്തരം വൻതോതിൽ കൈയടക്കി വെച്ചിരിക്കുന്ന വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിനുള്ള നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് ആധികാരികമായിട്ടുള്ള വിവരം. സ്വാഭാവികമായിട്ടും കോടതി ഇടപെടലും മറ്റു കാര്യങ്ങൾ വന്നില്ലെങ്കിൽ സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ വകയായിരുന്ന അത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ ഒരു കുതിച്ചുചാട്ടത്തിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ പക്കൽ പലപ്പോഴും ആര്യങ്കാവ് അതുപോലെ തന്നെ തെന്മല തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളുടെ പൊതുവായ സ്ഥിതി വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം അവരുടെ പക്കൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. റെയിൽവേയുടെയും അതുപോലെ തന്നെ വനത്തിന്റെയും സ്ഥലം കഴിഞ്ഞാൽ പിന്നെ പൊതുജനങ്ങളുടെ കയ്യിൽ തന്നെ പട്ടയമില്ലാത്ത വസ്തുക്കൾ ആണ് പലരുടെ കൈവശവും ഇരിക്കുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ രക്ഷാകർതൃ പ്രതിനിധി VK റോയി സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് റോയി ജോസഫ് അധ്യക്ഷനായി. 11 വർഷമായി ആര്യങ്കാവ് LPSലെ പ്രധാനാധ്യാപകനായി പ്രവർത്തിച്ച് ഈ മാസം 31-ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന N രാജേന്ദ്രൻ നായർക്ക് യോഗത്തിൽ യാത്രയയപ്പ് നൽകി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി ജോസഫ്, കുമാരി മുരുകൻ, A ദിവാകരൻ, സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സെബാസ്റ്റ്യൻ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, ആര്യങ്കാവ്. പുനലൂർ നഗരസഭയിൽ മൊബൈൽ വിപണന കേന്ദ്രത്തിനുള്ള വാഹനം അനുവദിക്കുമെന്ന് മന്ത്രി MK മുനീർ. പുനലൂരിൽ ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടന വേദിയിൽ നഗരസഭാ അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരമാണ് മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായത്. പദ്ധതി നിർവഹണത്തിൽ 80% പൂർത്തിയാക്കി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന പുനലൂർ നഗരസഭയ്ക്ക് മൊബൈൽ വിപണനം നടത്തുന്നതിന് വാഹനം വേണമെന്ന് ചെയർപേഴ്സൺ സ്വാഗത പ്രസംഗത്തിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി പുനലൂർ നഗരസഭയിലെ കുടുംബശ്രീക്ക് മൊബൈൽ വിപണനത്തിന് വാഹനം അനുവദിക്കുമെന്ന് മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. ഏറ്റവും അടുത്ത ദിവസം തന്നെ തുടർ നടപടികൾ ഉണ്ടാകും. കുടുംബശ്രീക്ക് സർവകാല റെക്കോർഡുള്ള തുകയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. 200 കോടി രൂപയുടെ പദ്ധതി സാമ്പത്തിക വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി പറഞ്ഞു. കുടുംബശ്രീക്ക് സർവകാല റെക്കോർഡ് അനുസരിച്ച് ഉള്ള ഒരു തുകയാണ് ഇത്തവണ നമ്മൾ വെച്ചിട്ടുള്ളത്. ആ തുകയും കഴിഞ്ഞ തവണത്തെ തുകയും കൂട്ടുമ്പോൾ ഏകദേശം 200 കോടി രൂപയുടെ പ്രവൃത്തികൾ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മൊബൈൽ വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനം ഞങ്ങൾ പ്ലാൻ ഫണ്ടിൽ തന്നെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നൽകാൻ തീരുമാനിക്കുന്നത്. ഈ തീരുമാനം തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് നൽകുന്നതാണ് എന്നും ഞങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് BJPയുടെ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചതായി പരാതി. സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം.
ബി.ജെ.പി. പത്തനാപുരം പഞ്ചായത്ത് സമിതി കാര്യാലയത്തിനു സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും കൊടികളുമാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പത്തനാപുരം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സമിതി കാര്യാലയത്തിന്റെ കവാടത്തിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കൊടികളുമാണ് നശിപ്പിക്കപ്പെട്ടത്. കൂടാതെ കവലയിൽ ദേവീക്ഷേത്രത്തിനു സമീപം സ്ഥാപിച്ചിരുന്ന ഹിന്ദു ഐക്യവേദിയുടെ കൊടിമരവും നശിപ്പിക്കപ്പെട്ടു. ബി.ജെ.പി. നേതാക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്ത് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാമൂഹിക വിരുദ്ധരുടെ ശ്രമം തടയുവാൻ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് ഉടൻ പിടികൂടണമെന്ന് ബി.ജെ.പി. നേതൃത്വം ആവശ്യപ്പെട്ടു. പത്തനാപുരത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം നടപടിയെ ഭാരതീയ ജനതാ പാർട്ടി പത്തനാപുരം പഞ്ചായത്ത് സമിതി ശക്തമായി പ്രതിഷേധിക്കുകയും ഇതിനെതിരെ ശക്തമായ നടപടി പത്തനാപുരം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ്. ലൈവ് വാർത്ത പത്തനാപുരം. AVT കൈവശപ്പെടുത്തിയ സർക്കാർ വക ഭൂമി പിടിച്ചെടുത്ത് സമരക്കാർക്ക് വീതിച്ചു നൽകണമെന്ന് സമരസമിതി. ഓരോ ഭൂരഹിത കുടുംബത്തിനും 10 സെന്റ് വീതം നൽകണമെന്നാണ് സമരസമിതി നേതാവും വാർഡ് മെമ്പറുമായ കെ. സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. AVT കൈവശം വച്ചിരിക്കുന്ന KEP വക 36 ഏക്കർ സ്ഥലത്തെ 10 സെന്റ് വീതം പിടിച്ചെടുത്ത് സമരക്കാർക്ക് നൽകണം. ഭൂരഹിതർ നടത്തിവരുന്ന സമരത്തെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിൽ നിന്നും മാനേജ്മെന്റ് പിന്മാറണമെന്നും സമരസമിതി നേതാവും ചാലിക്കര വാർഡ് മെമ്പറുമായ കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കമ്പനിയുടെ അതായത് മാനേജ്മെന്റിന്റെ ഗുണ്ടകളെന്ന് പറയുന്ന പണം കൊടുത്ത് അവർക്ക് നക്കാപ്പിച്ച കൊടുത്ത് രാത്രി കാബിലിറ്റേക്ക്. പക്ഷേ AVTയുടെ സൈഡ് മാത്രം ആളിനെ കയറ്റാതെ അവരുടെ പണത്തിന്റെ വർഷാവർഷം 10, 15, 2, 3, 4, 5 ലക്ഷം രൂപ വാരി ചെലവാക്കിക്കൊണ്ട് പല ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് പ്ലാന്റ് വരുമ്പോൾ കല്ലുകളെ മാറ്റിയിട്ടുകൊണ്ട് അത് നക്കാപ്പിച്ച ശമ്പളം കൊടുത്തുകൊണ്ട് കല്ലുകളെ മാറ്റിയിട്ടുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ഇതിനെ നിങ്ങൾ കമ്പനിക്ക് കൂട്ടുനിൽക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം. കമ്പനിയുടെ കൂടെ കൂട്ടുകൂടിയവർ പലരും ഇത് പുറങ്കാലടിച്ചവര് അവരാവശ്യം കഴിയുമ്പോൾ പുറങ്കാലടിച്ച് പുറത്താക്കുന്നവരാണ്. സമരം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത സമയങ്ങളിൽ എനിക്ക് സുഖമില്ലാതെ മെഡിക്കൽ കോളേജിലും പുനലൂര് സെന്റ് തോമസിലും പൊയ്യാനിലും ആശുപത്രി കിടക്കേണ്ടി വന്ന് അങ്ങനെ ഇന്നും 60ഓളം പേര് രാത്രി കാവലാണ്. 200 ചില്ലുവാനം പേര് ഇപ്പോ അക്കടേറ്റിനിപ്പുറം കയ്യേറിയിട്ടുണ്ട്. അവിടെ 1 ഇഞ്ച് ഭൂമി പോലും സ്വകാര്യ മുതലാളിമാർക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ആർക്കെങ്കിലും ജാമോഹമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടെങ്കിൽ അത് അവര് തുറന്ന് പുറത്ത് രംഗത്ത് വരണം. പക്ഷെ ഈ ഭൂമികളെ ഒരിക്കലും AVT കമ്പനി ആഗ്രഹിക്കേണ്ട. കല്ലിനകത്തുള്ള സർവേ വെച്ച് ഞങ്ങൾ എടുക്കും. അതിന് യാതൊരു ഈ പറയുന്ന വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇതിന് പിന്നിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷേ ഭീഷണി കൊണ്ടോ മറ്റ് പണം കൊണ്ട് ചായ്ക്കാന്നോ അല്ലെങ്കിൽ ഭീഷണി കൊണ്ട് ചായ്ക്കുവാന്നോ പണ്ട് പറഞ്ഞ് ഏറുപടക്കം 2 പന്നിപ്പടക്കം മതിയെന്ന്. പന്നിപ്പടക്കം എറിയാൻ തയ്യാറുള്ളവർ എറിഞ്ഞോട്ടെ. കമ്പനിയുടെ നക്കാപ്പിച്ച മേടിച്ചുകൊണ്ട് കുറ്റികൾ പറിച്ചു കളഞ്ഞു. പക്ഷേ അതിലൊന്നും ഞങ്ങളുടെ കൊടികൾ എടുത്തു കളഞ്ഞു. അതിലൊന്നും ഞങ്ങൾ വഴങ്ങത്തില്ല. ചില ഞാഞ്ഞൂലുകള് അവിടെ സംഘടനാ കൊടികൾ എടുത്തു കളഞ്ഞു. പക്ഷേ അതിനും ഞങ്ങൾ ശക്തിയോടെ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നു. 2 മാസം മുൻപാണ് ഭൂരഹിതരായ 100 കണക്കിന് ആൾക്കാർ പ്രദേശത്ത് തടിച്ചുകൂടി AVT കൈവശം വച്ചിരിക്കുന്ന KEP വക സ്ഥലത്ത് കുടിൽ കെട്ടിയത്. ഇവിടെ ചില സാമുദായിക സംഘടനകളും കൊടികെട്ടി സ്ഥലം പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഇത് രാത്രിയുടെ മറവിൽ AVTയുടെ ഗുണ്ടകൾ എടുത്തു കളഞ്ഞതായും മെമ്പർ ആരോപിച്ചു. കൂടാതെ സമരം തകർക്കുവാൻ പടക്കമെറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഗുണ്ടകളെ വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും മാനേജ്മെന്റിന്റെ പിണിയാളുകളെ കൊണ്ട് സമരത്തിനെതിരായി പത്രവാർത്തകൾ കൊടുപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ഫലം കാണാത്ത സാഹചര്യത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് സ്ഥലം നൽകാം എന്ന് പറഞ്ഞ് സമരക്കാർക്കെതിരെ തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. KEP വക കൈവശം വച്ചിരിക്കുന്ന സ്ഥലത്ത് ആദ്യ പരിഗണന കൊടുത്തിരിക്കുന്നത് തോട്ടം തൊഴിലാളികളായ ഭൂരഹിതർക്കാണെന്നും അവർക്ക് സ്ഥലം നൽകിയതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള സ്ഥലം നൽകാൻ തീരുമാനമെടുത്തിട്ടുള്ളൂ എന്നും മെമ്പർ പറഞ്ഞു. എന്തു വില കൊടുത്തും സമരം ശക്തമാക്കുമെന്നും മെമ്പർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിഷമില്ലാത്ത പച്ചക്കറി മട്ടുപ്പാവിൽ ഉൽപ്പാദിപ്പിച്ച് മാതൃകയാവുകയാണ് പത്തനാപുരം ഗാന്ധി ഭവൻ. സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഷെൽട്ടർ ഡാമിന്റെ മട്ടുപ്പാവിലാണ് ഇവിടുത്തെ അന്തേവാസികളും ഷെൽട്ടർ ഡാം ജീവനക്കാരും ചേർന്ന് പച്ചക്കറി തോട്ടം ഒരുക്കിയിരിക്കുന്നത്. പാവൽ, പയർ, വഴുതന, വെണ്ട, ചീര തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുള്ള ജൈവ പച്ചക്കറിത്തോട്ടമാണ് അന്തേവാസികൾ ഷെൽട്ടർ ഹോമിന്റെ മട്ടുപ്പാവിൽ ഒരുക്കിയിട്ടുള്ളത്.
ഗാന്ധി ഭവനിലേക്ക് ഓരോ ദിവസത്തേക്കും ആവശ്യമായി വരുന്ന പച്ചക്കറികൾ ഇവിടുത്തെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ അന്തേവാസികളും ജീവനക്കാരും. ഇതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ഉദ്യമത്തിന് ഇവർ തയ്യാറായത്. ഷെൽട്ടർ ഹോം പ്രവർത്തകർ ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് അംഗം ഷാഹിദ കമാൽ നിർവഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ, ലതാ സി നായർ, ഷീജ ഷാനവാസ് തുടങ്ങിയവർ സന്നിഹിതരായി. കൂടുതൽ മട്ടുപ്പാവുകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്ന് ട്രസ്റ്റി പ്രസന്ന സോമരാജൻ പറഞ്ഞു. ഷെൽട്ടർ ഹോം ഇപ്പോൾ 1 മാസം ആയല്ലോ തുടങ്ങിയിട്ട്. 1 മാസം കൊണ്ട് നമുക്ക് ആദായം എടുക്കത്തക്ക രീതിയിൽ ജൈവവള കൃഷി അവിടെ ആരംഭിച്ച് അത് ഷെൽട്ടർ ഹോമിൽ വന്ന സ്ത്രീകളും കുട്ടികളും നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളും ചേർന്നാണ് അത് കൃഷി ചെയ്ത് ഇപ്പം 3 വിളവെടുപ്പ് കഴിഞ്ഞു. ലൈവ് വാർത്ത പത്തനാപുരം. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പുനലൂർ ASP ഡോക്ടർ ഹിമേന്ദ്രനാഥ് IPS സല്യൂട്ട് സ്വീകരിച്ചു. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ ശനിയാഴ്ച നടന്നത്. 2 വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കിയ 21 പെൺകുട്ടികളും 20 ആൺകുട്ടികളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. പുനലൂർ ASP ഡോക്ടർ J. ഹിമേന്ദ്രനാഥ് IPS പരേഡിന് സല്യൂട്ട് സ്വീകരിച്ചു. ഒരു കാലഘട്ടം കഴിയുമ്പോൾ പഠനം പൂർത്തിയാക്കി ഗൾഫിൽ പോയി ജോലി സമ്പാദിക്കാം എന്ന് ചിന്തിച്ചിരുന്ന സമൂഹം മാറി പോലീസും പട്ടാളവുമായി രാഷ്ട്രസേവനം നടത്തുവാൻ സന്നദ്ധമാകുന്ന യുവാക്കളാണ് കേരളത്തിന്റെ പ്രത്യേകതയെന്ന് ASP പറഞ്ഞു. I hope you all should retain in Kerala itself and contribute and uplift your Kerala state and also contribute to the nation. So your training should not go waste, and the discipline, the camaraderie, the fraternity, it should not go waste. You should take it to the next level. So how many of you are interested in serving the nation either in army or else in police? Most of them. Good. സിവിൽ പോലീസ് ഓഫീസർമാരായ P. അനിൽകുമാർ, R. ആശാദേവി എന്നിവരാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്. CI K. സുരേഷ് കുമാർ, SI TS ശിവപ്രസാദ്, സ്കൂൾ PTA പ്രസിഡന്റ് R. അജികുമാർ, പ്രഥമ അധ്യാപിക AP ലത, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം N. ഷാജിമോൻ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനിൽ, അംബിക, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ചേലക്കാട് ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ചേലക്കാട് റെസിഡൻഷ്യൽ അസോസിയേഷൻ KB ഗണേഷ് കുമാർ MLAക്ക് നിവേദനം നൽകി. പ്രദേശവാസികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് MLA ഓഫീസിലെത്തി നിവേദനം നൽകിയത്. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് ചേലക്കോട് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയും ചേലക്കോട് സെന്റ് സ്റ്റീഫൻസ് HS റോഡ് കയ്യേറി സ്വകാര്യ വ്യക്തി നടത്തുന്ന അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് റെസിഡൻസ് അസോസിയേഷൻ MLAക്ക് നിവേദനം നൽകിയത്. ചേലക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 100ഓളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് MLA KB ഗണേഷ് കുമാറിന്റെ ഓഫീസിലെത്തി നിവേദനം നൽകിയത്. ചേലക്കോട് ഒരു കാരണവശാലും ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് വരാൻ പാടില്ല. അത് സ്ത്രീകളായ ഞങ്ങളുടെ ആവശ്യമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിന് സ്വൈര്യത കിട്ടേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പഞ്ചായത്ത് സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ചിട്ടുള്ളതായ മതിലും തകർത്ത് അവർ കെട്ടിടത്തിന് വേണ്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായ മറ റോഡിൽ ഇറക്കിക്കെട്ടി ജനങ്ങൾക്ക് സ്വൈര വിഹാരം നടക്കുന്നതിനുള്ളതായ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഈ വ്യക്തികളോട് നേരിട്ട് അത് സംസാരിക്കുകയും തുടർന്ന് രേഖാമൂലമായി നിയമപരമായി പഞ്ചായത്തിലും മറ്റ് അധികാര സ്ഥാനങ്ങളിലും പരാതി കൊടുക്കുകയും അതിൽ പ്രകാരം ആ കെട്ടിടത്തിൻ്റെതായ പണി ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നതിനാൽ അത് നിർത്തിവെക്കണമെന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്ന് ഈ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ജോൺ ഡാനിയൽ, ജോൺ മാത്യു, കുഞ്ഞു മുഹമ്മദ്, അജയകുമാർ, ഫസലുദ്ദീൻ സാഹിബ്, അനിത യേശുദാസ്, B. ബീന, BV ഗോപി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ലൈവ് വാർത്ത പത്തനാപുരം. റെയിൽവേ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ചവർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ആരെയും ഒഴിപ്പിക്കാനല്ല, നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് റെയിൽവേ അധികൃതർ നോട്ടീസ് നൽകിയതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം അറിയിച്ചു.
ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട് പുറമ്പോക്കിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകില്ലെന്ന് അടുത്തിടെ MP ഉൾപ്പെടെ മധുരയിൽ ചേർന്ന DRMന്റെ മീറ്റിംഗിൽ റെയിൽവേ അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. ആദ്യം 180 പേർക്കും ഇപ്പോൾ കൂടുതൽ പേർക്കുമാണ് ഒഴിയാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ നോട്ടീസ് ലഭിച്ചവർ ഒഴിയേണ്ടതില്ലെന്നും ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി നോട്ടീസ് നൽകിയെന്നു മാത്രമേയുള്ളൂവെന്നുമാണ് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് മാമ്പഴത്ര സലീം വ്യക്തമാക്കി. ചെറിയ നടപടി എന്ന നിലയിൽ മാത്രം നോട്ടീസ് കൊടുക്കുന്നല്ലാതെ ഒരാളെ പോലും ഒഴിപ്പിക്കില്ല എന്നാണ് റെയിൽവേയുടെ മധുര ഡിവിഷനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ 150 പേർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. ഇപ്പോൾ കുറേയേറെ ആളുകൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്കാണെന്ന് ഉള്ള നിലയിലാണ് ഇപ്പോൾ നോട്ടീസ് കൊടുത്തത്, അല്ലാതെ ആരെയും ഒഴിപ്പിക്കാനല്ല. ഇത് സംബന്ധിച്ച് റെയിൽവേ പുറമ്പോക്കിലെ താമസക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മാമ്പഴത്തറ പറഞ്ഞു. ഈ നോട്ടീസിന്റെ പേരിൽ റെയിൽവേ പുറമ്പോക്കിലുള്ള താമസക്കാർക്ക് ഒരാശങ്കയും ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല. ഒരു കുടുംബത്തെ പോലും അങ്ങനെ ഒഴിപ്പിക്കുന്ന നടപടി ഉണ്ടാവത്തില്ല. ആ കാര്യത്തിൽ ആര്യങ്കാവ് പഞ്ചായത്ത് സമിതിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. അതേസമയം നിർബന്ധമായി ആരെങ്കിലും കുടിയൊഴിപ്പിക്കേണ്ടി വന്നാൽ റെയിൽവേയുമായി പഞ്ചായത്ത് ഭരണസമിതി ചർച്ച നടത്തി അനുയോജ്യമായ വിധത്തിൽ അവരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരെങ്കിലും ഒഴിപ്പിക്കേണ്ടതായി വന്നാൽ ആരെയാണ്, ഏത് കുടുംബത്തെയാണ് ഒഴിപ്പിക്കേണ്ടത് ആവശ്യം എന്നത് പഞ്ചായത്ത് സമിതിയുമായി ചർച്ച ചെയ്ത് അത് ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി താമസിപ്പിക്കേണ്ടതാണെങ്കിൽ അതിനാവശ്യമായ നടപടി പഞ്ചായത്ത് സമിതിയും റെയിൽവേ ബോർഡും കൂടി ഉത്തരവാദിത്വമായി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ലൈവ് വാർത്ത ആര്യങ്കാവ്. പത്തനാപുരം UITയുടെ 15ാമത് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ പിള്ള വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ അറിവ് നേടുകയും അറിവ് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഉദാത്തമായ പ്രക്രിയയാണ്. സഹസ്രാബ്ദങ്ങളായി സമൂഹം ആർജിച്ചു വച്ചിരിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങളും അറിവും ഒക്കെ തലമുറകളിലേക്ക് പകരുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. പത്തനാപുരം സീമ തിയേറ്ററിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങുകളിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ സുധാകരൻ പിള്ള അധ്യക്ഷനായി. അധ്യാപിക ജെ ഗീത സ്വാഗതം പറഞ്ഞു. പിരപ്പൻകോട് UIT പ്രിൻസിപ്പൽ വിജയൻ നായർ, UIT സ്റ്റാഫ് മാഗസിൻ എഡിറ്റർ സ്വപ്ന ജമാൽ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീന ജി നായർ, ലൈബ്രറിയൻ പ്രീത ഗോപാൽ, NSS ചാർജ് ഓഫീസർ U ഫെബിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇതിൽ ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധിയും വെല്ലുവിളികളും പ്രമേയമാക്കി അവതരിപ്പിച്ച ചെറുനാടകം ഏറെ ശ്രദ്ധേയമായി. ലൈവ് വാർത്ത പത്തനാപുരം. തൊളിക്കോട് LPS ആൻഡ് പ്രീ പ്രൈമറി സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർതൃ സമ്മേളനവും വെള്ളിയാഴ്ച നടന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയിൽ ഏറ്റവും മികച്ച നിലയിലും വൈവിധ്യമായ നിലയിലും പ്രവർത്തിക്കുന്ന തൊളിക്കോട് LPS പ്രശംസനീയമായ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇത് മറ്റ് സർക്കാർ സ്കൂളുകൾ മാതൃകയാക്കേണ്ടതാണെന്ന് MLA പറഞ്ഞു. എബ്രഹാം സാറിന്റെ മനസ്സിൽ ഉദിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഏത് ആയ ഭാവനയുള്ള ആളിന്റെ മനസ്സിൽ ഉദിച്ചായാലും ശരി, കൃഷിയെ സംബന്ധിച്ച് പഠിക്കാൻ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാടത്ത് പോയി കൃഷി ചെയ്തു പഠിക്കാം. എങ്ങനെ വാഴവിത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, വാഴവിത്ത് എങ്ങനെ നടാം, പയർവർഗം എന്തെല്ലാമാണ് വിത്തുകൾ, വെണ്ടയ്ക്കായാലും വഴുതനങ്ങയായാലും അതിൻ്റെ വിത്തുകൾ എങ്ങനെ, അവയ്ക്ക് എങ്ങനെ തടമെടുത്ത് കുഴിച്ചിടാം എന്നുള്ളത് ഈ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് അതെല്ലാം അത്ഭുതമാണ്. ആ അത്ഭുതം അത് യഥാർത്ഥത്തിൽ അവർക്ക് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്ത് അവരെ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി എല്ലാവരും കൂടെ വയലിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാനും അവിടെ ഇറങ്ങിച്ചെന്നത് ഞാനിപ്പോൾ ഓർക്കുക. ഉദ്ഘാടന സമ്മേളനത്തിന് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് V രാജൻപിള്ള സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി CA ഷേർലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൌൺസിലർ S സരോജ പുരസ്കാര സമർപ്പണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. നഗരസഭാ കൌൺസിലർ GK ബാബു, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മി GS, രജനി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം അനാവരണം ചെയ്ത മുഹമ്മദ് ഷാഫിയുടെ ആ ചൂളം വിളികളിൽ മുഴങ്ങിക്കെട്ടത് എന്ന പുസ്തകത്തിന്റെ 2ാമത് എഡിഷൻ
പ്രകാശനവും MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മണിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് വാർഷികം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിന് PTA പ്രസിഡന്റ് M. സുദർശനൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ അധ്യാപിക A. പ്രസന്നകുമാരി സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി S. ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ വക സ്കൂളുകളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫർണിച്ചർ, കുടിവെള്ള സൗകര്യം, ലാക്ക്, ഇത് മൂന്നും ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല ഇവിടെ വേറെ ഒരു സ്കൂളിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇവിടെ ഈ കസേരകൾ ഇങ്ങനെ കുട്ടികൾക്കിരിക്കുന്ന നമ്മൾ വേറെ ഒരു സ്കൂളുകളിലും കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ കുട്ടികൾ ഇതൊക്കെ തന്നെയാണ് കുട്ടികളുടെ. അതുപോലെ തന്നെ അച്ചടക്കം, അതൊരു പ്രധാന കാര്യമാണ്. ഗവൺമെന്റ് സ്കൂളല്ലേ, എൻ്റെ സ്കൂൾ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി, അവൻ ബാഗും ഒക്കെ തൂക്കിയിട്ട് കയ്യും കെട്ടി അങ്ങനെ പോകുന്ന സ്കൂളിലാണ്. ആ ഒരു മനോഭാവം ഇവിടെ രക്ഷകർത്താക്കൾ വന്നിട്ടില്ല. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ പ്രവർത്തകൻ മണിയാർ രാജൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കമുകുഞ്ചേരി ഗവൺമെന്റ് ന്യൂ LPSന്റെ 67ാമത് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് ഉദ്ഘാടനം ചെയ്തു. സമയാസമയങ്ങളിൽ അധ്യാപക നിയമനം നടക്കുന്നില്ല. സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമുള്ള അധ്യാപകരെ ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പോരായ്മ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന സ്കൂളാണ്, ഹൈസ്കൂളാണ് നമ്മുടെ വലിയകാവ് ഹൈസ്കൂൾ. അവിടെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സ്കൂൾ തുറന്നപ്പോൾ മാന്യമായ കുട്ടികളുടെ എണ്ണം ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് R. രാജേഷ് അധ്യക്ഷനായ വാർഷികാഘോഷ ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് C. ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുമാരി ഗായത്രി ആമുഖ പ്രഭാഷണം നടത്തി. കമുകുഞ്ചേരി വാർഡ് മെമ്പർ B. പുരുഷോത്തമൻ പിള്ള എൻഡോമെന്റുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. റിട്ടയർഡ് അധ്യാപകരായ രാജാമണി അമ്മ, K. സുശീലാദേവി, സരോജിനി അമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം K. തങ്കപ്പൻ പിള്ള, മുൻ PTA പ്രസിഡന്റ് സുരേഷ് ബാബു, അഖിൽ S. നവധാര, C. സന്തോഷ് കുമാർ, കനൂലത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. റിട്ടയർഡ് അധ്യാപക E. സരോജിനമ്മ സമ്മാനദാനം നിർവഹിച്ചു. ലൈവ് വാർത്ത, പത്തനാപുരം. ഇനി ഉത്സവ കാഴ്ചകൾ. കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പഞ്ചാക്ഷരി മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ തന്ത്രി കുളക്കട നമ്പിമഠത്തിൽ രമേശ് ഭാനു പണ്ടാരത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി രാമൻ പോറ്റി, ജിതേഷ് രാമരു പോറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊടിയേറിയത്. ദീപാരാധനയ്ക്ക് ശേഷം 7 മണിയോടെയാണ് മഹാദേവർ നടയിലും തുടർന്ന് ശാസ്താ നടയിലും കൊടി ഉയർത്തിയത്. തുടർന്ന് പുഷ്പാഭിഷേകവും നടന്നു. ഇനിയുള്ള ദിനങ്ങളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ പഞ്ചാരിമേളം, സോപാന സംഗീതം, നൃത്തനൃത്യങ്ങൾ, മ്യൂസിക്കൽ ഡാൻസ്, ഹരിനാമകീർത്തനം, അഭിഷേകം, ഭാഗവത പാരായണം, ഉത്സവബലി, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിനങ്ങളിലായി നൃത്തോത്സവം, നാടകം, ചാക്യാർകൂത്ത്, മേജർ സെറ്റ്, കഥകളി, ഇതിഹാസ നൃത്തനാടകം, നൃത്തസന്ധ്യ, ഗാനമേള, മേജർ സെറ്റ്, പഞ്ചാരിമേളം, കെട്ടുകാഴ്ച, സംഗീത സദസ്സ്, നാദസ്വര കച്ചേരി, ആനയൂട്ട്, ആറാട്ടുഘോഷയാത്ര, അൻപൊലി, നേർച്ചക്കമ്പം എന്നിവയും നടക്കും. ലൈവ് വാർത്ത, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹാരിസൺ കമ്പനിയുടെ കൈവശമുള്ള ഭൂമി സർക്കാർ പിടിച്ചെടുത്താൽ കിഴക്കൻ മേഖലയിൽ വൻ വികസനമെത്തുമെന്ന് K. രാജു MLA. കിഴക്കൻ മേഖലയിൽ വികസനത്തിന് വിലങ്ങുതടി സ്ഥലപരിമിതിയെന്നും MLA.
AVT കൈവശപ്പെടുത്തിയ KIP വക ഭൂമി പിടിച്ചെടുത്ത് സമരക്കാർക്ക് വീതിച്ചു നൽകണമെന്ന് ചാലിയേക്കര ഭൂരഹിത സമരസമിതി. 36 ഏക്കറിൽ നിന്നും ഓരോ ഭൂരഹിത കുടുംബത്തിനും 10 സെന്റ് വീതം നൽകണമെന്നും സമരസമിതി നേതാവ് K. സുരേന്ദ്രൻ. റെയിൽവേ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട് പുതുതായി നോട്ടീസ് ലഭിച്ചവർ ഒഴിയേണ്ടതില്ലെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. റെയിൽവേ അധികൃതർ നോട്ടീസ് നൽകിയത് നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.